അഴൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഓഫീസ് മെയിന്റനൻസിന്റെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയത് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ നിരവധി റോഡുകൾ മെയിൻ്റനൻസ് നടത്താതെയും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത അംഗൻവാടികളിൽ നിർമ്മാണം നടത്താതെയും തെരുവുവിളക്കുകൾ സമയബന്ധിതമായി പ്രകാശിപ്പിക്കാത്തതിനും പൊതുമാർക്കറ്റുകളും കമ്മ്യൂണിറ്റി ഹാളും നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പിലാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. KPCC നിർവാഹക സമിതി അംഗം T. ശരചന്ദ്ര പ്രസാദ് ex-MLA പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. ധർണയ്ക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചത് ഞാനിവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 91 മത്സരിക്കുമ്പോൾ പഴയ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഏക പഞ്ചായത്ത് UDF പഞ്ചായത്ത്, കോൺഗ്രസ് പഞ്ചായത്ത്, അഴൂർ പഞ്ചായത്ത്. അഴൂർ ജയപ്രകാശിനെ ഞാൻ ഓർമ്മിക്കുകയാണ്. അഴൂർ ജയപ്രകാശിനെ കുറിച്ച് ഇവർക്കാർക്ക് വേറെ കുറ്റമെന്ന് പറയാൻ കഴിയില്ല. അഴൂർ ജയപ്രകാശിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ലോ കോസ്റ്റിൽ പഞ്ചായത്തിന്റെ പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏറ്റവും ലോ കോസ്റ്റിൽ ബക്കർ മോഡലിലുള്ള ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസി വെച്ചുകൊണ്ട് ഏറ്റവും ലോ കോസ്റ്റിൽ നിർമ്മിച്ച ഒരു പഞ്ചായത്ത് ഓഫീസാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോ അതിനകത്ത് പലപ്പോഴായി മേനി മിനുക്കി ഇപ്പോ 1 കോടി അടുപ്പിച്ച് മേനി മിനുക്കലിന് വേണ്ടി വ്യാജ നിർമ്മാണത്തിന് വേണ്ടി ഈ പഞ്ചായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളിപ്പോ ഈ പഞ്ചായത്തിന്റെ ഈ ധർണയുമായി ബന്ധപ്പെട്ട് വരുമ്പോ നമ്മുടെ പ്രസംഗം കേൾക്കാനായിരിക്കും ചില സഖാക്കന്മാരുടെ ആളുകളൊക്കെ ഇതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ നിൽപ്പുണ്ട്. എനിക്കറിയുന്ന ആളുകൾ തന്നെയാണ്. ഈ പഞ്ചായത്തിൽ നടന്ന അഴിമതിയെ കുറിച്ച്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെ കുറിച്ച് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. വാസ്തവത്തിൽ UDF ഒറ്റക്കെട്ടായി ഒന്ന് തുമ്മിയാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF തൂത്തെറിയപ്പെടും ഈ അഴൂർ പഞ്ചായത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അഴൂർ പഞ്ചായത്ത്. ഇത്രയും ഭീകരമായ അഴിമതി നടന്നിട്ട് എന്തുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറിക്ക് തനിക്കറിയുന്ന അഴിമതി നടത്തി ചോദ്യം ചെയ്യാൻ കഴിയില്ല? 1 കോടി ഇപ്പോ 80 ലക്ഷം കഴിഞ്ഞ് ഇപ്പോ വീണ്ടും അഡീഷണൽ വെച്ച് 1 കോടി കഴിഞ്ഞു വന്നിരിക്കുകയാണ്. പുതിയ കണക്കെല്ലാം എടുത്ത് ഓണാഘോഷം കൂടി കഴിയുമ്പോൾ 1 കോടി 10 ലക്ഷം രൂപയാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഓണാഘോഷം കൂടിയാണ് ഈ ആഫീസ് നിർമ്മാണം. പിന്നെ എന്താണ് AE ഓഫീസോ? 150 സ്ക്വയർ ഫീറ്റ് ഉള്ള AE ആഫീസിന് 27 ലക്ഷം രൂപ. ഇത് നമ്മുടെ വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് പോലും ഇത്രയും കള്ള എസ്റ്റിമേറ്റ് ഉണ്ടായിട്ടില്ല. വയനാട് ദുരന്ത സ്ഥലത്ത് കെട്ടിടം കെട്ടുന്നതിനാണ് കള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ കൊട്ടേഷൻ ക്ഷണിക്കുന്നത്, ഇത് എവിടെ പോയാലും ആര് പിടിച്ചാലും ചെയ്യുന്നത് ഒരാളല്ലേ. ഇത് എവിടെ പോയി കറങ്ങിത്തിരിക്കുന്ന സർക്കുലറാണ്. നമ്മൾ ഈ ബസിന്റെയൊക്കെ സർക്കാർ പറയില്ലേ, ഊരാളുകൾ തന്നെ കൊടുത്താൽ ഊരാളുകൾ പലരെ വെച്ച് ചെയ്യുന്നു. എല്ലാ സഹാക്കന്മാരാണ്. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബിജു ശ്രീധർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ തോന്നയ്ക്കൽ ജമാൽ, DCC ജനറൽ സെക്രട്ടറി KS അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MS നൌഷാദ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ജസീം മാഹാണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജിത് മുട്ടപ്പലം, നസിയ സുധീർ, അൻസിൽ അൻസാരി, മോനി ബി ശാർക്കര, BS അനൂപ്, മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ PS സജീവ്, ശിവപ്രസാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അച്ചു അജയൻ, UDF കൺവീനർ നവാസ് മാടൻവിള തുടങ്ങിയവർ പങ്കെടുത്തു. 30 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിതി കേന്ദ്രം നിർമ്മിച്ച കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 1 കോടി രൂപ ചെലവഴിച്ചതിനെതിരെയും നിർമ്മാണത്തിലെ 10ഓളം കരാറുകൾ ഒരേ കരാറുകാർക്ക് തന്നെ ലഭിച്ചതിലും ഭരണസമിതിയും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് ഉദാഹരണമാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. തലസ്ഥാന വാർത്തകൾ, ചിറയിൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.